ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ദാ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, നാളെ വരണേ ഉള്ളൂ. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞത് മെയ് 20th ആണ് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ അമ്പലത്തിൽ. അപ്പോൾ ഇതാ എൻ്റെ ഔട്ട്ഫിറ്റാണ് കേട്ടോ. ചിക്കൻ കറി കുർത്തയാണ്, പിന്നെ അതിൻ്റെ തന്നെ വൈറ്റ് കളറിലെ ചിക്കൻ കറി ബോട്ടം. അപ്പോൾ എനിക്ക് ഈ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പുതിയതൊന്നുമല്ല, ചുമ്മാ ഞാനന്ന് എനിക്കിഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇട്ടുന്നേ ഉള്ളൂ. പുതിയ ഡ്രസ്സ് ഉണ്ട് കേട്ടോ ഞാൻ, പക്ഷേ ഇട്ടില്ല ഇന്ന്. നാളെ ഉണ്ടെന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആ അമ്പലത്തിൽ തമിഴ്നാട്ട് ഒരമ്പലം, ആ ഒരു വൈബാണ് കേട്ടോ. നമ്മുടെ ആ ഒരു സ്റ്റൈലല്ല, പക്ഷേ നല്ലൊരു അടിപൊളി ഇതാട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് പെരുമാൾ കോവിൽ. ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് ഈ അമ്പലം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നത്. പിന്നെ ഇത് വേറൊരു ദിവസത്തെ മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ നമുക്ക് ഭയങ്കര ചൂടൊന്നുമില്ല ഇപ്പോൾ, കുറച്ച് ഏകദേശം ഒരാഴ്ചയായിട്ട് തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും ചെറിയ മഴയൊക്കെ കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉപ്പുമാവാണേ. അപ്പം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. കാര്യമായിട്ട് അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിച്ചു, ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പച്ചമുളക് ആവശ്യത്തിന്, ചെറിയൊരു എരിവിന് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ പച്ചമുളകും ഇഞ്ചി ഇടും കേട്ടോ. ഞാൻ ഈ ഉപ്പുമാവിൽ എപ്പോഴും ഇഞ്ചി ഇടും, ഭയങ്കര പൊടിയായിട്ട് അരിഞ്ഞിടും, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടും. നമുക്ക് കടിക്കാൻ കിട്ടരുത്, എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേണം. പക്ഷേ എല്ലാവർക്കും ആ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, ചില ആൾക്കാർ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇടുന്നത്. എന്നിട്ട് ഉള്ളിയും എല്ലാം ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഞാൻ റവയും കൂടി ഇടും. അങ്ങനെ ഒന്ന് വാടിയാൽ മതി. എന്നിട്ട് റവ ഇട്ട് ഏകദേശം ഒരു മിനിറ്റ് മാക്സിമം, അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് കളർ വ്യത്യാസം വരും കേട്ടോ. ഇന്നിപ്പം ഞാൻ എന്തോ ശ്രദ്ധക്കുറവ് കൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴും ഒരു ചെറിയൊരു റവയുടെ ആ ഒരു കളർ മാറി ചെറിയൊരു കളർ വ്യത്യാസം വരും. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. ചൂടുവെള്ളം തന്നെ ഒഴിക്കാവൂ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമ്മൾ അത് കുക്കായി കഴിയുമ്പം തേങ്ങ ഇട്ട് എടുക്കുകയാണ് ചെയ്യണേ. ഇപ്പം ഞാൻ തേങ്ങ ഗ്യാസ് ജസ്റ്റ് ഓഫാക്കി അപ്പം തന്നെ ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് ആ ഒരു ചൂടിൽ അങ്ങനെ ഇരുന്നോളും തേങ്ങ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ കേട്ടോ തേങ്ങ, ആ തണുപ്പ് മാറിക്കോളും. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്യാറൊന്നുമില്ല ഞാൻ. അത് കഴിഞ്ഞ് നമ്മുടെ കടലക്കറി തലേ ദിവസത്തെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ കടലക്കറി ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറി വെക്കുമ്പോൾ എപ്പോഴും 2 ദിവസത്തേക്ക് കണക്കാക്കി വെക്കും. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു പാത്രത്തിലാക്കി അങ്ങ് മാറ്റി വയ്ക്കും ഫ്രിഡ്ജിലേക്ക്. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് അതുപോലെ എന്തെങ്കിലും, ഇപ്പോൾ പുട്ടിനാണ് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ നാളെ അപ്പത്തിനിടും. അപ്പോൾ പിന്നെ എനിക്കങ്ങനെ അപ്പത്തിൻ്റെ കൂടെ നമുക്ക് കടലക്കറി നല്ലതല്ലേ. ഇപ്പം ഞാൻ ഇന്നലെ പുട്ടായിരുന്നു, അപ്പോൾ എന്നാൽ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാവൊന്നും അരച്ചു വെച്ചില്ല. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വലിയ ഹെക്റ്റിക്കായിട്ടുള്ള ഒരു തിരക്കും ബഹളമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാമല്ലോ. എനിക്കെപ്പോഴും ഭയങ്കര സ്ലോ മോർണിംഗ്സ് ആണ് കേട്ടോ ഇഷ്ടം. നമ്മൾ രാവിലെ തന്നെ അങ്ങ് ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം തന്നെ ഒരു വട്ടാവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ചായയും കൂടി ഇട്ട് നമ്മളിതാ ചായ കുടിക്കാൻ പോകുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ഹോം സ്റ്റോപ്പിൽ നിന്ന് 1-2 സാധനം വാങ്ങിച്ചു എന്ന്. അതിതാ കേട്ടോ, ഈ മഗ്ഗും ചെറിയൊരു ബൗളും അതുമാണ് വാങ്ങിച്ചത്. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ ആദ്യം കാണിച്ചതിൽ ഒരു 99ൻ്റെ ഒരുപാട് മഗ്സ് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം എനിക്ക് എപ്പോഴും കാണുന്ന പോലെ തന്നെ എനിക്കങ്ങനെ എടുക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അങ്ങനെ എനിക്കങ്ങനെ അട്രാക്റ്റ് ചെയ്തില്ല. പക്ഷേ ഈ ഒരു ഡിസൈൻ, ഈ കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിന്നർ സെറ്റ് തന്നെ ഇങ്ങനെ പല സാധനങ്ങളിങ്ങനെ മഗ്ഗ്, പിന്നെ കപ്പും സോസറും ഉള്ളത്, പിന്നെ കുറച്ച് വലിയ മഗ്ഗ്, പിന്നെ ഇതുപോലത്തെ ബൗളുകൾ, പ്ലേറ്റുകൾ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് ഞാൻ ചുമ്മാ നോക്കിയപ്പം അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രൈസ് നോക്കിയപ്പോൾ എനിക്ക് ഈ മഗ്ഗും ഈ ബൗളും അത്യാവശ്യം നല്ല പ്രൈസായിരുന്നു. 95 റുപ്പീസായിരുന്നു കേട്ടോ ഈ മഗ്ഗിനും ബൗളിനും. അപ്പം ഞാൻ എന്തായാലും അത് വാങ്ങിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങ് പൊക്കിയതാട്ടോ. പക്ഷേ പ്ലേറ്റിനൊക്കെ ഭയങ്കര വിലയായിരുന്നു. കുറച്ചും കൂടെ വലിയ ബൗളിന് വരെ നല്ല പ്രൈസ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് മഗ്ഗ് ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുകയായിരുന്നു. അപ്പം എന്നാൽ അതും കൂടെ ബൗളും കൂടെ വാങ്ങിച്ചേക്കാം, സൂപ്പൊക്കെ കുടിക്കാനും എന്തെങ്കിലും സ്നാക്സൊക്കെ എടുത്ത് കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം ഞാനങ്ങനെ വാങ്ങിച്ചതാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞായിരുന്നു നമ്മുടെ കപ്പിൻ്റെ. പിന്നെ ബൗള് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഉപ്പുമാവൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഷൈജേട്ടനും കൂടെയാണ് രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എന്തായാലും ടി വി വെക്കും കേട്ടോ. ടി വി വെക്കുന്നത് ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ ഷൈജേട്ടൻ പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ടി വി വെച്ച് ന്യൂസൊക്കെ ഒന്ന് കേട്ടിട്ടൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാനും രാവിലെ തന്നെ ആ ഒരു ശീലമുണ്ട്. അത്യാവശ്യം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഷൈജേട്ടൻ പോയി. പാറു എഴുന്നേറ്റ് വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവളെ ഞാൻ കുളിപ്പിച്ചു. അപ്പോൾ പാറുവിന് ഉപ്പുമാവ് വേണ്ട, അവൾക്ക് ഉപ്പുമാവ് അത്ര ഇഷ്ടമല്ല. പിന്നെ റവയുടെയും കൂടെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ നിർബന്ധിക്കാറില്ല. എന്നാൽ പിന്നെ പാറുവിന് ഒരു പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് പഴുത്തൊരു പഴം ഇരിപ്പുണ്ടായിരുന്നു. അതും നന്നായിട്ട് ഉടച്ചു. ആ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. അത് ഉടച്ചു. പിന്നെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചത്. അതും ശർക്കരയും കുറച്ച് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഞാൻ തേങ്ങ ഇട്ടില്ല കേട്ടോ. തേങ്ങ ഇട്ടില്ല. അപ്പം പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാറ്ററൊക്കെ റെഡിയാക്കി. ഒരു സ്പൂൺ റവയും കൂടി ഇട്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ തേൻ ഉള്ളതാണ് ആൾക്കിഷ്ടം. ഇങ്ങനെ തേനൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ അതനുസരിച്ച് ശർക്കര ഇടുള്ളൂ. അങ്ങനെ അവളുടെ കുസൃതികളാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം പാറും ഞാനും കൂടെ കളിയായിരുന്നു കേട്ടോ. ഈ എന്തെങ്കിലുമൊക്കെ അവളുടെ കയ്യിലിരിക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ച് തന്നെ ഞങ്ങളങ്ങ് ഇരുന്ന് കളിക്കും. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ തുണി വിരിച്ചിട്ടില്ലല്ലോ ഒന്ന്. അപ്പം വെയിലൊക്കെ പോകുന്നതിന് മുന്നേ തുണി വിരിച്ചിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എടുക്കാമല്ലോ. ഇപ്പം ഇവിടെ വൈകുന്നേരമൊന്നും ആവണ്ട, ഒരു 2-3 മണിക്കൂർ ആകുമ്പോഴേക്കും തുണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ പാറുവിന് ഇപ്പോൾ കുറേ നാളായല്ലോ, അതായത് ഏകദേശം ഒരു മാസത്തോളമായല്ലോ അവൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, സ്കൂളൊക്കെ അടച്ചിട്ട്. അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തതിൻ്റെയും പിള്ളേരൊക്കെ കാണാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അവൾക്കുണ്ട് കേട്ടോ. എന്തായാലും സ്കൂൾ തുറക്കാറായതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ഞാനും പാറു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നത് ആ സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ കുളി കഴിഞ്ഞ് നമ്മൾ വന്നു കഴിയുമ്പം ഒന്ന് നന്നായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് ഒരുങ്ങി റെഡിയായി നമ്മൾ വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ സ്കിൻ കെയർ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, കാജൽ, ഒരു ലിപ് ബാം, അത്രയും ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ചേർന്നൊരു മോയ്സ്ചറൈസർ നമ്മൾ കണ്ടുപിടിക്കുക, അത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകിയിട്ടൊന്ന് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുളി കഴിയുമ്പോൾ പിന്നെ രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് ഒന്ന് മേലെ കഴുകിയിട്ടാണ് കിടക്കുക. അപ്പോൾ അതിന് ശേഷവും കൂടെ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു കാജൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹിമാലയയുടെ ഒരു കാജലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും പ്ലമ്മാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റിക്കർ പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പൊട്ട് കുത്താറുണ്ട് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഷൈച്ചേട്ടന് പൊട്ട് കുത്തണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ട് കുത്താറുണ്ട് എപ്പോഴും. പിന്നെ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ലോറിയലിൻ്റെ സ്ട്രോബെറി ഫ്ലേവറിലൊരു ബാമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞാനൊരു നല്ലൊരു വൈറ്റമിൻ സി സിറം കണ്ടുപിടിച്ചിട്ട് അതും കൂടെ ഒന്ന് യൂസ് ചെയ്യണം എന്നുണ്ട് നൈറ്റിൽ. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നല്ല വൈറ്റമിൻ സി സിറം നമുക്ക് യോജിച്ചത് ഏതാണോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിറം നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതൊരു ടാസ്ക്കായിട്ട് ഇങ്ങനെ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കണ്ടുപിടിച്ചിട്ടില്ല. കുഞ്ഞു കാര്യങ്ങളാണല്ലോ നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് മാറി വേറെ വല്ല പ്രൊഡക്ട്സിലേക്കൊക്കെ പോകും. അതിൻ്റെ കാര്യം വിട്ടുപോകും. അതാണ് എപ്പോഴും സംഭവിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ കുക്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്.
ഇന്നിപ്പം കുറച്ച് കറികളൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നതൊക്കെ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഒരു മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാറുവിന് മുട്ട ഇങ്ങനെ വെറുതെ പൊരിച്ചു കൊടുത്താലൊക്കെ കഴിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു മുട്ട തോരനായിട്ടാണ് ചെയ്യണത്. അപ്പോൾ സവാള നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇത്തിരി തേങ്ങയും കൂടി ഇടാം കേട്ടോ. അപ്പോൾ അവൾക്ക് മാത്രമായിട്ട് ഇപ്പം മുട്ടയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളും കൂടെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു അവസരത്തിലാണെങ്കിൽ പിന്നെയും ആൾ കഴിച്ചോളും. അപ്പോൾ ഞാനും പാറും കൂടെ അല്ലേ കഴിക്കുക. അപ്പം മിക്കവാറും ഞങ്ങൾ ലഞ്ചൊക്കെ കഴിക്കുന്നത് ചിലപ്പോൾ ഒരേ പ്ലേറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും കേട്ടോ. ഒരു പാത്രം എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും കഴിക്കുക. പിന്നെ അവൾക്ക് തൈര് മാത്രം മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വേറെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ മുട്ടയൊക്കെ വറുത്ത് ഞങ്ങളിതാ ചോറുണ്ണാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ അച്ചാറുണ്ടല്ലോ, അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും. മാങ്ങാച്ചാറും നന്നായിട്ട് അഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മാങ്ങ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇട്ട മാങ്ങാച്ചാറാണ് കേട്ടോ. എന്തായാലും അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആയിരുന്നു എനിക്കിത് കഴിച്ചപ്പോൾ. കാരണം ഇപ്പോഴാണ് നല്ല അലുത്ത് വന്നിട്ടുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ കണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ഒരു വീഡിയോയായിട്ട് ഈ വീഡിയോയുടെ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുമായിട്ട് നമുക്ക് കാണാം. ടാറ്റാ.